ത്രിയേക ദൈവത്തിന് സ്തുതി. എന്നും ജീവിതനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ പ്രഭാത വന്ദനം. പ്രിയരെ, ലോകരക്ഷിതാൽ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ആഘാതങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒത്തിരി വ്യക്തികളെ പറ്റി വിശുദ്ധ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്റെ മകനെ ബലി കഴിക്കുന്നുണ്ട്. തന്റെ 100-ാം വയസ്സിൽ താൻ ശരണപ്പെട്ട് വിശ്വസിക്കുന്ന ദൈവം തന്റെ മകനെ ബലി കഴിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഹൃദയം തകരുന്ന നിമിഷമായിരുന്നു. പക്ഷേ അബ്രഹാം അവിടെ പതറിയില്ല. താൻ വിശ്വസിക്കുന്ന ദൈവം തന്നെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം അബ്രഹാമിനുണ്ടായിരുന്നു. ഉൽപ്പത്തി 22-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ ഇസ്ഹാക്ക് തന്റെ പിതാവായ അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ബലി കഴിക്കാനുള്ള കുഞ്ഞാട് എവിടെയെന്ന്. അപ്പോൾ അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിനോട് പറയുന്നുണ്ട്, നമുക്ക് ബലി കഴിക്കാനുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന്. ഇത് നാം ധ്യാനിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. കാരണം നാം ആയിരുന്നു അബ്രഹാമിന്റെ സ്ഥാനത്തെങ്കിൽ നാം എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ നാം ദൈവത്തോട് പിറുവിറുക്കുകയും പരാതി പറയുകയും ചെയ്യുന്നു. എന്നാൽ അബ്രഹാം ദൈവത്തോട് പിറുവിറുക്കുകയോ പരാതി പറയുകയോ ചെയ്യുന്നില്ല. അബ്രഹാമിന് ദൈവത്തിലുള്ള ദൃഢമായ വിശ്വാസം മൂലം ദൈവം അബ്രഹാമിന് തന്റെ മകനെ തിരിച്ചു നൽകുന്നു. പിന്നീട് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായി വാഴ്ക്കുകയും അവനെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികളിൽ തളരാതെയും പ്രതികൂലങ്ങളിൽ ദൈവത്തെ അവിശ്വസിക്കാതെയും ദൈവത്തിൽ ശരണപ്പെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. പ്രിയരെ, ക്രിസ്തു പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്തേണ്ടതെല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ. നാം ഒരിക്കലും നശിച്ചു പോകുവാനോ തളർന്നു പോകുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികളിൽ വന്നാലും ദൈവത്തെ ശരണപ്പെടുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.